ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കെവിൻ ശാരിയെ വിളിക്കുന്നു. അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ വിവരം കെവിൻ ചേട്ടൻ എങ്ങനെ അറിഞ്ഞു എന്നും ന്യൂസിൽ പോലും ഇതൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നെല്ലാം ശാരിക സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഗിരീഷ് എന്ന ഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ദേവികയും ശാരികയൊക്കെ അറിയിച്ചിട്ടുണ്ടാകും എന്നാണ് കെവിൻ കരുതിയിരിക്കുന്നത്. സ്കൂട്ടർ തട്ടി മാധവേട്ടന് ഈ അപകടം സംഭവിച്ചു എന്നാണല്ലോ ഗിരീഷ് അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഡോക്ടേഴ്സ് ആ പരിക്ക് കണ്ടിട്ട് സ്കൂട്ടർ തട്ടി ഉണ്ടായതാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ഒന്നും തുറന്ന് പറയാനായിട്ട് ഗിരീഷ് തയ്യാറായിരുന്നില്ല. നന്ദൻ്റെയും ദേവികയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ പേരിൽ കൂടുതൽ വഷളാവരുത് എന്ന നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് ഗിരീഷ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതൊന്നും അറിയാതെ കെവിൻ നന്ദന് ഒരു കയ്യബദ്ധം പറ്റിയതാണെന്നും മനഃപൂർവ്വം അവൻ ശാരിയുടെ അച്ഛനെ അടിച്ചതെല്ലാം പറഞ്ഞു പോകുമ്പോൾ തന്നെ ശാരിയയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. ശേഷം ശാരി നേരെ രാധികയുടെയും ദേവികയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഗിരീഷും അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. ഗിരീഷ് ഏട്ടൻ നമ്മളോട് കള്ളം പറഞ്ഞ ചേച്ചി, അച്ഛനെ സ്കൂട്ടർ തട്ടിയല്ല ഇങ്ങനെ സംഭവിച്ചത്, തലയ്ക്ക് അടിയേറ്റിട്ട് തന്നെയാണ് അച്ഛൻ ഈ അവസ്ഥയിലായതെന്ന് ശാരി പറയുമ്പോൾ അച്ഛനെ ആരാ അടിച്ചതെന്ന് രാധിക തുറന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയുടെ ഭർത്താവ് തന്നെ നന്ദേട്ടന് അച്ഛനെ തലയ്ക്കടിച്ച് ഈ അവസ്ഥയിലാക്കിയതെന്ന് ശാരി പറയുമ്പോൾ അത് കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ രാധികയും ദേവികയൊക്കെ. അപ്പോൾ ഗിരീഷിനോടായിട്ട് എന്തിനാ ഗിരീഷേട്ടൻ ഞങ്ങളോട് കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല എന്നും അതുകൊണ്ടാണ് നിങ്ങളോട് സത്യം പറയാതിരുന്നത് എന്നും ഗിരീഷ് അവരോടായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് ഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഗിരീഷ് അവരോട് തുറന്നു പറയുന്നു. തുടർന്ന് നന്ദൻ ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല എന്നും ആ ഗുണ്ടകളെ അടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മാധവേട്ടനെ അടി ഏൽക്കുകയായിരുന്നു എന്നെല്ലാം ഗിരീഷ് പറയുന്നുണ്ടെങ്കിലും ഗിരീഷ് നന്ദൻ്റെ പക്ഷം പിടിച്ച് സംസാരിക്കുകയാണെന്നാണ് ദേവികയും ശാരികയൊക്കെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നന്ദൻ പറയുന്നതൊന്നും അവർ വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. എങ്കിലും ചേച്ചിയോടുള്ള ദേഷ്യമായിരിക്കും അയാൾ നമ്മുടെ പാവം അച്ഛനോട് തീർത്തത്. അയാൾക്കിതിനെ എങ്ങനെ മനസ്സ് വന്നു എന്നെല്ലാം ശാരി ചോദിക്കുമ്പോൾ നന്ദുവിൻ്റെ അമ്മയ്ക്കും ഇതൊക്കെ അറിയാമായിരിക്കും, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെയാണ് അവർ അച്ഛനെക്കുറിച്ച് എന്നോട് ചോദിച്ചത്. മകൻ്റെ എല്ലാ തെറ്റുകൾക്കും കുട പിടിക്കുന്ന ഒരമ്മയാണെന്ന് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ ദേവിക. എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ പുറത്തു കൊടുക്കുന്ന ഞാൻ, പക്ഷേ ഇതൊരിക്കലും ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഇതെൻ്റെ അച്ഛൻ്റെ കാര്യമാണ്. വീട്ടിലെ ഞാൻ അയാളെ ഒന്ന് കാണുന്നുണ്ട്. എൻ്റെ അച്ഛനെ അടിച്ച് ഈ നിലയിലാക്കിയ നന്ദനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ദേവിക നേരെ ചന്ദ്രത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയം ഇസബെല്ലയാണെങ്കിൽ നന്ദൻ ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ കാണുന്നതിൽ നിന്നെല്ലാം നന്ദനെ മാക്സിമം തടഞ്ഞു നിർത്തുന്നുണ്ട്. അങ്ങനെ നന്ദൻ പോയി കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആകുമോ എന്നുള്ളൊരു പേടി ഇസബെല്ലയ്ക്കുണ്ട്. ദേവികയുടെ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ കെവിൻ പറഞ്ഞത്. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നന്ദനെ രക്ഷിക്കാൻ ഞാനും പാപ്പനും ഒക്കെ ഉണ്ട്. നന്ദൻ സമാധാനമായിട്ടിരിക്കെ, ഇങ്ങനെ പേടിക്കാതെ എന്നെല്ലാം ഇസബെല്ല പറയുമ്പോൾ എൻ്റെ കൈകൊണ്ടാണ് അച്ഛൻ ഇത് സംഭവിച്ചത് എന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. മനഃപൂർവ്വം ഞാൻ അച്ഛനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നേ അവൾ കരുതൂ എന്നെല്ലാം നന്ദൻ പറയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല നന്ദൻ ടെൻഷൻ അടിക്കാതെ എന്ന് നന്ദനോട് പറയുമ്പോഴും അതറിഞ്ഞ ദേവിക എത്രയും പെട്ടെന്ന് നന്ദന് ഡിവോഴ്സ് നോട്ടീസ് അയക്കണം. പിന്നെ ദേവികയും നന്ദനെയും ആര് വിചാരിച്ചാലും കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിൽ സ്വയം പറഞ്ഞ് ഗൂഢമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ ഇസബെല്ല ചെയ്യുന്നത്. പിന്നീട് ദേവിക കണക്ക് തീർക്കാനായിട്ട് ചന്ദ്രത്തെ എത്തുന്നു. ദേവികയെ കാണുമ്പോൾ തന്നെ എന്താ മോളെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്നെല്ലാം പ്രഭാവതി ചോദിക്കുമ്പോൾ ഈ നാടകമൊന്നും എൻ്റെ അടുത്ത് ചിലവാകില്ല. നിങ്ങൾ പിന്നെ മകൻ എന്ത് തെറ്റ് ചെയ്താലും അതിനൊക്കെ മറച്ചു പിടിക്കാനല്ലേ ശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭയുടെ നേരെ ആളി കത്തുന്നുണ്ട് കേട്ടോ ദേവികയുടെ ശബ്ദം കേട്ട് സിദ്ധാർത്ഥനും നന്ദനും ഒക്കെ വരുന്നുണ്ട്. എന്താ മോളെ എന്ന് സിദ്ധാർത്ഥ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള കാരണം അച്ഛൻ്റെ മോനറിയാം. എന്നോടുള്ള ദേഷ്യത്തിന് പ്രതികാരം തീർത്തതാണ് ഇയാൾ. എൻ്റെ അച്ഛനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് ഇയാളാണ്. എന്തിനാണ് താൻ ഇങ്ങനെ ഒരു ക്രൂരത എൻ്റെ അച്ഛനോട് ചെയ്തത്? എന്തെങ്കിലും ഒരു ദേഷ്യം എന്നോടുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണം, അല്ലാതെ പാവം ഒരു മനുഷ്യൻ്റെ തല അടിച്ച് പൊട്ടിക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ്റെ ഷർട്ടിൽ പിടിച്ച് നന്ദനെ വലിച്ചു കീറുന്നുണ്ട് കേട്ടോ ദേവിക. അപ്പോൾ സിദ്ധാർത്ഥനും പ്രഭാവതിക്കും ആണെങ്കിലും ദേവികയുടെ ആ ദേഷ്യത്തിന് മുൻപിൽ ഒന്നും പറയാനായിട്ട് കഴിയുന്നില്ല. ദേവി ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, ഒരു കയ്യബദ്ധം പറ്റിയതാണെന്നെല്ലാം നന്ദൻ പറയുന്നുണ്ടെങ്കിലും എനിക്കൊന്നും കേൾക്കണ്ടടോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക നന്ദൻ കെട്ടിയ താലി വലിച്ചു പൊട്ടിച്ച്
അയാളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛനോട് ഈ കൊടും ക്രൂരത ചെയ്താൽ തന്നെ ഞാൻ അഴിയെണ്ണിക്കുമെന്നും ദേവിക പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് അച്ഛൻ എന്നോട് പൊറുക്കണം, ഭൂമിയോളം സഹിച്ചു, എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അച്ഛന് ഊഹിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക അവിടെ നിന്നും പോവാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ ദേവിക. ഇതേസമയം മാധവേട്ടന് ബോധം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ICUവിൽ കയറി കണ്ടോളാൻ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെ രാധികയും ദേവികയും ശാരികയും മാധവേട്ടനെ കാണാനായിട്ട് ICUവിലേക്ക് കയറുന്നു. സ്വന്തം മോളുടെ ഭർത്താവ് തന്നെ നിങ്ങളോട് ഈ ചതി ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക പൊട്ടിക്കരയുമ്പോൾ നന്ദൻ ഒന്നും ചെയ്തിട്ടില്ല രാധികയും, അവനൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് മാധവേട്ടൻ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. അത് കേട്ട് ഞെട്ടലോടെ കേട്ട് നിൽക്കുകയാണ് ദേവികയും രാധികയും ശാരികയൊക്കെ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്